ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രാങ്കണത്തിൽ ആദിശങ്കര ജന്മദേശ വികസന സമിതിയുടെ നേതൃത്വത്തിൽ സന്യാസി സംഗമം നടക്കുന്നു. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ സമാജത്തിനും ദേശത്തിനുമാണ്. നമുക്കൊക്കെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല ഛിദ്രങ്ങൾക്കും അസ്വസ്ഥതകൾക്കും അശാന്തികൾക്കും ഒക്കെയുള്ള കേന്ദ്രവും കാരണവും ധാർമ്മികമായിട്ടുള്ള കേന്ദ്രങ്ങൾ ആ രീതിയിലല്ല എന്നുള്ളതുകൊണ്ട്. എന്നാൽ പരിശ്രമിച്ചാൽ ഈ കേന്ദ്രങ്ങളെയൊക്കെ അതിൻ്റെതായിട്ടുള്ള പൂർവമായിട്ടുള്ള അവസ്ഥയിലേക്ക് തിരിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതിന് സമീപകാലത്ത് തന്നെ രണ്ട് വലിയ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിൽ. ഒന്ന് തിരുവില്വാമല ഐവർമഠ ശ്മശാനം. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും പൊതുവായി കാണുന്ന പല കാര്യങ്ങളും, പൊതു ശ്മശാനങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ, പൊതു ആതുരാലയങ്ങൾ എല്ലാം തന്നെ പൂർവികമായിട്ടുള്ളൊരു കാലത്ത് ഹിന്ദു സമാജം സൃഷ്ടിച്ച് സമൂഹത്തിന് വേണ്ടി നൽകിയതാണ്. പലപ്പോഴും അതിന്റെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആശ്രമങ്ങളോ അല്ലെങ്കിൽ സാമാജിക കൂട്ടായ്മകളോ അല്ലെങ്കിൽ സമാജത്തിന്റെ നേതൃത്വത്തിലുള്ളവരോ ഒക്കെ സമർപ്പിച്ച കെട്ടിടവും സ്ഥലവും ഒക്കെയാണ് ഈ ചിലപ്പോൾ നിർമ്മിച്ച് അത് ഭംഗിയായി നടന്നിട്ടാണ് അത് കൈമാറുന്നത്. അങ്ങനെ നടന്നു വന്നിരുന്ന ഒരു പൊതുശ്മശാനം തിരുവല്വാമലയിൽ അതൊരു ഹൈന്ദവ കേന്ദ്രമായിട്ട് നിലനിൽക്കുന്നു, ഒരു വിശ്വാസപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കേന്ദ്രമായിട്ട് നിലനിൽക്കുന്നു എന്ന് വന്നപ്പോൾ അവിടുത്തെ രാഷ്ട്രീയക്കാര് അത് പഞ്ചായത്ത് വക പൊതുശ്മശാനമാണെന്നും അവിടെ പഞ്ചായത്തിലെ ആളുകൾ മാത്രം സംസ്കരിച്ചാൽ മതിയെന്നും ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവർക്കും അവിടെ സംസ്കരിക്കാം എന്നുള്ളൊരു നിയമം കൊണ്ടുവരും. അതായത് 4 നിസംഗല് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആ കേന്ദ്രത്തിന്റെ ഇത് അവസാനിക്കും. ദീർഘനാളത്തെ ഒരു 7 വർഷത്തോളം നീണ്ട നിയമപരമായിട്ടും സാമാജികപരമായിട്ടുമുള്ള ഒരു പരിശ്രമങ്ങളിൽ കൂടെ അതിന് പരമേശ്വർജിയുടെ ഒരു മാർഗദർശനത്വത്തില് നമ്മുടെ മാനീയ ബിഷപ്പ് പാപ്പാജിയൊക്കെയാണ് അവിടെ വന്ന് ഈ ഒരു വിഷയം നടന്നപ്പോൾ അവിടെ വന്ന് ആ കാര്യങ്ങൾ അന്വേഷിച്ച് അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള ഒരു മാർഗനിർദ്ദേശവും ഒക്കെ നൽകിയത്. അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് സാമാജികമായിട്ടുള്ള കാര്യങ്ങളും മറുഭാഗത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളും മുൻനിർത്തി അത് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ്, ഇത് ഹിന്ദു മതത്തിന്റെ ധാർമ്മികപരമായ അനുഷ്ഠാനപരമായ കേന്ദ്രമാണ്, അതിലൊരു സെക്യുലർ ബോഡിയായിട്ടുള്ള പഞ്ചായത്തിന് യാതൊരു അധികാരവും ഇല്ല എന്നുള്ള ഉത്തരവ് വന്നു. ഇന്ന് പൂർവാധികം ഭംഗിയായിട്ട് അത് സമാജത്തിന്റെ ആളുകളുടെ നിയന്ത്രണത്തിൽ അവിടുത്തെ കാര്യക്രമങ്ങൾ നടന്നു വരും. അതുപോലെ കാശിയിൽ നമ്മൾ ഭാരതത്തിലെ മുഴുവൻ കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ ദേശത്തെയും മറ്റെല്ലാ ജനങ്ങൾക്കും അതിന്റെ ധർമ്മശാലകളും കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട്. കേരളത്തിന് മാത്രമാണ് അങ്ങനെയൊന്നും പൊതുവിലില്ലാത്തത്. നമ്മുടെ ബദരിയിലുള്ള ആദിശങ്കര ഫൗണ്ടേഷൻ, ഹരിദ്വാറിലുള്ള അയ്യപ്പ ക്ഷേത്രം, അതൊക്കെ ഏതാനും ചില സജ്ജനങ്ങളുടെ ഒരു വ്യക്തിപരം എന്ന് തന്നെ പറയാവുന്ന തപസ്സിന്റെ ഭാഗമായിട്ടുണ്ടായ കേന്ദ്രങ്ങളാണ്. എന്നാൽ പൊതുവായിട്ടുണ്ടായിരുന്ന 2 കേന്ദ്രങ്ങളാണ് കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും പാലിയം കൊട്ടാരവും ഒക്കെ കാശിയിൽ നിർമ്മിച്ചിരുന്ന അവരുടെ കൊട്ടാരങ്ങൾ പിന്നീട് ധർമ്മശാലയായിട്ട് മാറ്റി. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഇത് പതിവ് പോലെ പല കേന്ദ്രങ്ങളും ഉള്ളതുപോലെ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ചെന്ന് ചേർന്നു. അവർ തീർത്തും ശ്രദ്ധിക്കാതായി പല പല കയ്യേറ്റങ്ങളിൽ വന്നു. കൊച്ചി രാജാവിന്റെ സത്രം ദീർഘകാലം ഏതാണ്ട് ഒരു 20-25 വർഷങ്ങളോളം അവിടുത്തെ ഫർദീൻ ഖാൻ എന്ന് പറയുന്ന അയാളുടെ നേതൃത്വത്തിലുള്ള ഒരു മുസ്ലിം സംഘത്തിന്റെ കയ്യിലകപ്പെട്ടു. ഏതാണ്ട് 10 വർഷത്തോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് അവർ വഖഫ് പ്രോപ്പർട്ടി ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് നമ്മൾ അവിടെയും ഇതിന്റെ നിയമപരമായിട്ടും മറ്റുള്ള രീതിയിലുമുള്ള ഇടപെടലുകൾ നടത്തി. കഴിഞ്ഞ പ്രയാഗ്രാജ് കുംഭമേള കഴിയുന്നതോടുകൂടി ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവോടുകൂടി ദേവസ്വം ബോർഡിൽ നിന്ന് അത് ഏതാണ്ട് നമ്മൾ പിടിച്ചെടുത്തതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ ആ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. നമ്മൾ ശക്തമായി പരിശ്രമിച്ചാൽ, കൃത്യമായ പദ്ധതിയോടുകൂടി പരിശ്രമിച്ചാൽ ഈ ധാർമ്മിക കേന്ദ്രങ്ങളെയൊക്കെ ധാർമ്മികമായ ഒരു വ്യവസ്ഥയുടെ നിയന്ത്രണത്തിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഇപ്പൊ തിരുനാവായ മാഘം നടന്നു. ആ മാഘത്തിന്റെ കേന്ദ്രമായിട്ട് നമ്മൾ ഉപയോഗിച്ചത് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രം.
ആ ക്ഷേത്രത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഏതാണ്ട് ഒരു മാസത്തോളം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ശ്രീ ശങ്കര ജയന്തിയുടെ ഭാഗമായി കാലടിയിൽ വിവിധ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.